ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം കൂടുതൽ സഹായം കിട്ടാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് ഹൈക്കോടതി. കുടിയേറ്റ നിയന്ത്രണത്തെ ലക്ഷ്യമാക്കി ജന്മാവകാശ പൗരത്വം നിർത്തലാക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ബംഗാളും ഒഡീഷയും ബീഹാറും പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞവർക്ക് ചുട്ട മറുപടിയുമായി മമതാ ബാനർജി. പിണറായി സ്റ്റാലിൻ ഊഷ്മള സൗഹൃദത്തിന്റെ വേദിയായി തന്തൈ പെരിയാർ സ്മാരക സമർപ്പണ ചടങ്ങ്. കേസിൽ താൽപര്യമില്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിയുമായി മുന്നോട്ടു പോകാനില്ലെന്ന് ഹർജിക്കാർ. വാർത്തകൾ വിശദമായി. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കൂടുതൽ സഹായം കിട്ടാൻ കേരളത്തിന് അർഹതയുണ്ടെന്ന് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുവാൻ സംസ്ഥാന സർക്കാരിനോട് ഹൈക്കോടതി. ഇതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥതയ്ക്ക് തയ്യാറാണെന്നും ഡിവിഷൻ ബെഞ്ച് അറിയിച്ചു. ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ കണക്കനുസരിച്ച് 700 കോടിയോളം രൂപ സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലുണ്ടെങ്കിലും ചെലവഴിക്കാവുന്നതിൽ മിച്ചമുള്ളത് 61 കോടി രൂപ മാത്രമാണെന്ന് അമിക്കസ് ക്യൂരിയും റിപ്പോർട്ട് നൽകി. വയനാട് ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിന് 2300 കോടിയോളം രൂപയുടെ കേന്ദ്ര പാക്കേജ് വേണമെന്ന് ആവശ്യപ്പെടുന്നതിനിടെയാണ് ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ കണക്കുകൾ ഹാജരാക്കിയത്. 782.99 കോടി രൂപയായിരുന്നു ഒക്ടോബർ 1 വരെ SDRFൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഡിസംബർ 10 കണക്ക് നോക്കുമ്പോൾ ഇത് 700.5 കോടി രൂപയാണ്. ഇത് സംസ്ഥാനത്തെ മുഴുവൻ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. ഉരുൾപൊട്ടൽ മേഖലയിലേക്ക് മാത്രമായി ഉപയോഗിക്കാനാകില്ല. ആകെയുള്ള 700.5 കോടിയിൽ 471 കോടിയോളം രൂപ സംസ്ഥാനത്തെ വിവിധ ആവശ്യങ്ങൾക്കായി കൊടുത്തു തീർക്കാനുള്ളതാണ്. മറ്റൊരു 128 കോടി രൂപ കൂടി മറ്റാവശ്യങ്ങൾക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. കണക്കിൽ 700 കോടിയുണ്ടെങ്കിലും വയനാടിന് മാത്രമായി ഇത് ഉപയോഗിക്കാനാകില്ല. മാത്രവുമല്ല, പുനരധിവാസത്തിന് ഭൂമി വാങ്ങാൻ SDRF ഫണ്ട് ഉപയോഗിക്കരുതെന്നാണ് ചട്ടം. വയനാട്ടിൽ ടൗൺഷിപ്പ് അടക്കം ഉണ്ടാക്കുന്നതിന് അധികം തുക കണ്ടെത്തേണ്ടതായി വരുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചു. സ്പോൺസർഷിപ്പിലൂടെയടക്കം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാടിന് മാത്രമായി 682 കോടി രൂപ ലഭിച്ചു. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ കൂടി ബോധ്യപ്പെടുത്തി സംസ്ഥാന സർക്കാർ സഹായം ഉറപ്പാക്കണം. കേന്ദ്ര സർക്കാരിന് കൂടി വിശ്വാസയോഗ്യമായ ഏജൻസിയെ നിയോഗിച്ച് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാൻ സംസ്ഥാനം ശ്രദ്ധിക്കണം. SDRFൽ ഇപ്പോഴുള്ള തുകയുടെ മുൻകൂട്ടി നിശ്ചയിച്ച വിനിയോഗം, തുടർന്നുള്ള വിനിയോഗം, വയനാടിനെ അധികമായി വേണ്ട തുക തുടങ്ങിയവ വിശദീകരിച്ച് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി 18 റിപ്പോർട്ട് കോടതിയിൽ നൽകണം. ഇത് കേന്ദ്രത്തിന് കൈമാറാമെന്നും ക്രിസ്മസ് അവധിക്ക് ശേഷം വ്യക്തത വരുത്തി സർക്കാരുകൾക്കിടയിൽ മധ്യസ്ഥ വഹിക്കാമെന്നും കോടതി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാതിയുമായി മുന്നോട്ടു പോകാനില്ലെന്ന് ഹർജിക്കാർ. കേസിൽ താൽപര്യമില്ലെന്ന് മൊഴി കൊടുത്തവർ വ്യക്തമാക്കി. പോലീസിന് മുന്നിൽ ഹാജരായി മൊഴി നൽകുവാൻ താൽപര്യമില്ല. കമ്മിറ്റിയുടെ മുന്നിലാണ് മൊഴി നൽകിയതെന്നും പരാതിയല്ല നൽകിയതെന്നും ഹർജിക്കാർ വ്യക്തമാക്കി. തുടർന്ന് താൽപര്യമില്ലാത്തവരുടെ മൊഴിയെടുക്കുവാൻ നിർബന്ധിക്കേണ്ടതില്ലെന്ന് കോടതി അറിയിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കേസ് ഡിസംബർ 19 മാറ്റിവെച്ചതായി കോടതി അറിയിച്ചു. അതേസമയം ഹേമ കമ്മിറ്റിയിലെ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം ചോദ്യം ചെയ്ത് സുപ്രീം കോടതിയിലുള്ള ഹർജിയിൽ കക്ഷി ചേരാൻ മറ്റൊരു നടി കൂടി അപേക്ഷ നൽകിയിരുന്നു. മൊഴിയിൽ കൃത്രിമത്വം നടന്നതായി സംശയിക്കുന്നുവെന്നും SIT ഇതുവരെയും തന്നെ സമീപിച്ചിട്ടില്ലെന്നും നടി ഹർജിയിൽ പറയുന്നു. നേരത്തെ നടി മാല പാർവതിയും ഹേമ കമ്മിറ്റി അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചിരുന്നു. മൊഴി നൽകിയപ്പോൾ എല്ലാ കാര്യങ്ങളും രഹസ്യമായിരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ തന്റെ സ്വകാര്യതയെക്കുറിച്ച് ആശങ്കയുണ്ട്. ഹേമ കമ്മിറ്റിയുടെ നടപടികൾ പരിപൂർണതയിൽ എത്തണമെന്നാണ് ആഗ്രഹമെന്നും നടി വ്യക്തമാക്കുന്നു. അഭിഭാഷക ലക്ഷ്മി N കൈമളാണ് നടിക്കായി ഹർജി ഫയൽ ചെയ്തത്. അതേസമയം സംസ്ഥാന വനിതാ കമ്മീഷൻ നൽകിയ സത്യവാങ്മൂലത്തിൽ ഹേമ കമ്മിറ്റിക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പ്രാഥമിക അന്വേഷണം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കുന്നു. SIT അന്വേഷണം സുപ്രീം കോടതി റദ്ദാക്കിയാൽ പല ഇരകളുടെയും മൗലിക അവകാശം ലംഘിക്കപ്പെടുമെന്നും കമ്മീഷൻ കോടതിയെ അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും കൂടിക്കാഴ്ച നടത്തി. അതേസമയം കുമരകത്ത് നടന്ന 15 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയിൽ മുല്ലപ്പെരിയാർ വിഷയം ചർച്ചയായില്ല. കൂടിക്കാഴ്ചയിൽ മന്ത്രി VN വാസവനും തമിഴ്നാട് മന്ത്രി ദുരൈമുരുകനും പങ്കെടുത്തിരുന്നു. വൈക്കം വലിയ കവലയിൽ തമിഴ്നാട് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകത്തിന്റെ ഉദ്ഘാടനം ചെയ്യുവാനാണ് സ്റ്റാലിൻ കോട്ടയത്തെത്തിയത്. 15 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു. കുമരകത്തെ റിസോർട്ടിൽ ഇരു മുഖ്യമന്ത്രിമാരും ഒന്നിച്ച് പ്രഭാത ഭക്ഷണം കഴിച്ചു. നവീകരിച്ച സ്മാരകത്തിന്റെ ഉദ്ഘാടനത്തിനു പിന്നാലെ ഇരു നേതാക്കന്മാരും പെരിയാർ മ്യൂസിയത്തിൽ
സന്ദർശനം നടത്തി. തമിഴ്നാട്ടിൽ നിന്നും ദ്രാവിഡ കഴകം അധ്യക്ഷൻ കെ വീരമണി, തമിഴ്നാട് മന്ത്രിമാരായ ദുരൈമുരുകൻ, EV വേലു, MP സ്വാമിനാഥൻ, VCK അധ്യക്ഷൻ തീരുമാളവൻ MP, കേരള മന്ത്രിമാരായ സജി ചെറിയാൻ, VN വാസവൻ, ഫ്രാൻസിസ് ജോർജ് MP, CK ആശ ML എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. വൈക്കം വലിയ കവലയിൽ 84 സെന്റിലാണ് തന്തൈ പെരിയാർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. പെരിയാറിന്റെ പ്രതിമ, മ്യൂസിയം, ലൈബ്രറി എന്നിവയാണ് ഇവിടെയുള്ളത്. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ ഉദ്ഘാടനത്തിനായി 2023 ഏപ്രിൽ 1 ഇരു മുഖ്യമന്ത്രിമാരും വൈക്കത്ത് എത്തിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തി വൈക്കം സത്യാഗ്രഹത്തിന്റെ മുന്നണി പോരാളിയായ സാമൂഹിക പരിഷ്കർത്താവും ദ്രാവിഡ രാഷ്ട്രീയ ആചാര്യനുമായ തന്തൈ പെരിയാറിന്റെ സ്മാരകം നവീകരിക്കുമെന്ന് 2023 ഉദ്ഘാടന വേദിയിലാണ് സ്റ്റാലിൻ പ്രഖ്യാപിച്ചത്. വൈക്കം സത്യാഗ്രഹത്തിൽ നിർണായക പങ്ക് വഹിച്ചയാളാണ് തന്തൈ പെരിയാർ. TK മാധവനും KP കേശവമേനോനും ബാരിസ്റ്റർ ജോർജ് ജോസഫും അടക്കമുള്ള മുൻനിര നേതാക്കൾ അറസ്റ്റിലായപ്പോൾ തന്തൈ പെരിയാർ ആയിരുന്നു വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. പശ്ചിമ ബംഗാളും ഒഡീഷയും ബീഹാറും പിടിച്ചെടുക്കുവാൻ കഴിയുമെന്ന് അവകാശപ്പെട്ട ബംഗ്ലാദേശിലെ ഒരു വിഭാഗം രാഷ്ട്രീയക്കാർക്കും സൈനികർക്കും മറുപടി നൽകി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. പിടിച്ചെടുക്കാൻ വരുമ്പോൾ ഇന്ത്യക്കാരുടെ കയ്യിൽ ലോലിപോപ്പ് ആയിരിക്കുമെന്ന് കരുതിയോ എന്നായിരുന്നു മമതയുടെ മറുപടി. പശ്ചിമ ബംഗാൾ നിയമസഭയിലായിരുന്നു മമതയുടെ പ്രതികരണം. ബംഗ്ലാദേശ് നടത്തിയ പ്രസ്താവനകളിൽ പ്രകോപിതരാകരുതെന്നും ശാന്തത പാലിക്കണമെന്നും മമത ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. വിഷയത്തിൽ കേന്ദ്രത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും മമത ഉറപ്പു നൽകി. അടുത്തിടെ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയ ചില ബംഗ്ലാദേശി രാഷ്ട്രീയ നേതാക്കളെ മമത പരിഹസിക്കുകയും ചെയ്തു. തന്റെ സർക്കാരും പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുമെന്നും ഇന്ത്യ ഒറ്റക്കെട്ടാണെന്നും മമത വ്യക്തമാക്കി. അതേസമയം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവ് അടുത്തിടെ ധാക്കയിൽ നടന്ന ഒരു പൊതുയോഗത്തിലായിരുന്നു ബംഗാൾ, ബീഹാർ, ഒഡീഷ എന്നിവിടങ്ങളിൽ ബംഗ്ലാദേശിന് ന്യായമായ അവകാശവാദങ്ങളുണ്ടെന്ന് പറഞ്ഞത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിന് പിന്നാലെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം വഷളായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ വ്യാപകമായി അക്രമ സംഭവങ്ങൾ അരങ്ങേറിയതോടെ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി തിങ്കളാഴ്ച ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി മുഹമ്മദ് ജാഷിം ഉദ്ദീനുമായി ചർച്ചകൾ നടത്തിയിരുന്നു. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്നവർക്ക് US പൗരത്വം ലഭിക്കുന്ന നിലവിലെ രീതി അവസാനിപ്പിക്കാനൊരുങ്ങി നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അധികാരമേറ്റാൽ ഉടൻ ഇത് അവസാനിപ്പിക്കുമെന്ന് ട്രംപ് വ്യക്തമാക്കി. ജനനത്തിലൂടെ പൗരത്വം ലഭിക്കുന്നത് അവസാനിപ്പിക്കുമെന്നത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു. US-ലേക്കുള്ള കുടിയേറ്റം നിയന്ത്രിക്കുക എന്നതാണ് പുതിയ തീരുമാനത്തിലൂടെ ട്രംപ് ലക്ഷ്യമിടുന്നത്. അതേസമയം പൗരത്വം സംബന്ധിച്ച നയത്തിലെ മാറ്റം നിയമയുദ്ധത്തിലേക്ക് വഴി തെളിച്ചേക്കും. നിലവിലെ നിയമപ്രകാരം അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായി US പൗരത്വം ലഭിക്കും. രാജ്യത്ത് നിയമവിരുദ്ധമായി കഴിയുന്ന മാതാപിതാക്കൾക്ക് ജനിക്കുന്ന കുട്ടികൾക്കും ടൂറിസ്റ്റ്, സ്റ്റുഡന്റ് വിസ പോലെയുള്ളവ ഉണ്ട്. താൽക്കാലിക വിസയിലെത്തി US-ൽ കഴിയുന്നവരുടെ കുട്ടികൾക്കും ഈ ആനുകൂല്യമുണ്ട്. അമേരിക്കയിൽ പൗരത്വം ജന്മാവകാശമായി നൽകുന്നത് കുറേ കാലമായി വലിയ ചർച്ചാ വിഷയമാണ്. US-ന്റെ ഈ പൗരത്വ നയം വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഡൊണാൾഡ് ട്രംപും അനുയായികളും ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്ന വിമർശനം. അമേരിക്കൻ പൗരത്വം ലഭിക്കുന്നതിന് കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തണമെന്നാണ് ഇവരുടെ വാദം. എന്നാൽ പൗരത്വം ജന്മാവകാശമായി ലഭിക്കുന്നത് ഭരണഘടനാപരമായ അവകാശമാണെന്നാണ് മറുവാദം ഉന്നയിക്കുന്നത്. 14ാം ഭരണഘടന ഭേദഗതിയാണ് ഈ അവകാശം ഉറപ്പു നൽകുന്നത്. അതിനാൽ തന്നെ ഈ നയത്തിൽ കൈവയ്ക്കുന്നത് അത്ര എളുപ്പമല്ലെന്നും അതിന് ശ്രമിക്കുന്നത് രാജ്യത്തിന് ദോഷകരമാകുമെന്നും നയത്തെ അനുകൂലിക്കുന്നവർ പറയുന്നു. ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗദീപ് ധൻകർ കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും വലിയ വക്താവും രാജ്യസഭയിലെ ഏറ്റവും വലിയ തടസ്സവുമാണെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെ. രാജ്യസഭാ അധ്യക്ഷനെതിരെയുള്ള അവിശ്വാസ പ്രമേയം വ്യക്തിപരമല്ലെന്നും എന്നാൽ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസത്ത കാത്തുസൂക്ഷിക്കാനാണ് പോരാട്ടമെന്നും ഖാർഗെ വ്യക്തമാക്കി. നിർണായക വിഷയങ്ങൾ ഉന്നയിക്കുവാൻ 3 വർഷമായി പ്രതിപക്ഷ എംപിമാരെ അനുവദിക്കാത്തതിനാലും രാജ്യത്തിന്റെ അന്തസ്സിനെ വ്രണപ്പെടുത്തിയതിനാലുമാണ് പാർലമെന്ററി ജനാധിപത്യം സംരക്ഷിക്കുവാൻ ധൻകറിനെതിരെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ പ്രതിപക്ഷം നിർബന്ധിതരായതെന്ന് ഖാർഗെയും മറ്റ് നേതാക്കളും പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഈ നടപടിയെടുക്കുവാൻ നിർബന്ധിതരായതാണ്. നിർണായക വിഷയങ്ങൾ ഉന്നയിക്കുവാൻ
3 വർഷമായി പ്രതിപക്ഷത്തിന് സമയമോ സ്ഥലമോ അദ്ദേഹം നൽകിയിട്ടില്ല. പ്രതിപക്ഷ നേതാവിനെ പോലും സംസാരിക്കുവാൻ അനുവദിക്കാറില്ല. സഭാ നേതാവിന് സംസാരിക്കുവാൻ നൽകുന്ന അതേ അവസരം പ്രതിപക്ഷ നേതാവിനും നൽകേണ്ടതാണ്. അധ്യക്ഷനിൽ നിന്ന് എംപിമാർ സംരക്ഷണം പ്രതീക്ഷിക്കുന്നു. പക്ഷേ അദ്ദേഹം ഭരണകക്ഷി എംപിമാരോട് സംസാരിക്കുവാൻ ആംഗ്യം കാണിക്കുന്നു. അധ്യക്ഷൻ തന്നെ സർക്കാരിനെ പ്രതിരോധിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ആര് കേൾക്കുമെന്നും പ്രതിപക്ഷ നേതാക്കളെ അപമാനിക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നതായും മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു. സ്കൂളിൽ ഒരു ഹെഡ് മാസ്റ്റർ പഠിപ്പിക്കുന്നത് പോലെയാണ് അദ്ദേഹം എംപിമാരോട് പെരുമാറുന്നത്. പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കളും പ്രൊഫസർമാരും അഭിഭാഷകരുമടക്കം വളരെ മുതിർന്ന എംപിമാരെയും നേതാക്കളെയും പോലും അദ്ദേഹം പതിവായി പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. രാജ്യസഭയെ ഏറ്റവും കൂടുതൽ അലങ്കോലപ്പെടുത്തിയത് ചെയർമാനാണ്. സർക്കാർ വക്താവിനെ പോലെയാണ് ചെയർമാൻ പ്രവർത്തിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. തൃണമൂൽ, DMK, SP, AAP തുടങ്ങി പാർട്ടി നേതാക്കളോടൊപ്പം കേരള കോൺഗ്രസ് MP ചെയർമാൻ ജോസ് കെ മാണിയും CPI നേതാവ് P സന്തോഷ് കുമാറും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് അടക്കമുള്ളവരും ഉണ്ടായിരുന്നു. സിറിയയിൽ അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ പരോക്ഷ പിന്തുണയോടെ സർക്കാർ ഉണ്ടാക്കുവാനുള്ള വിമതരുടെ ശ്രമം വിജയത്തിലേക്ക്. ഭരണം പിടിച്ചെടുത്തതോടെ ഹയാത്ത് തഹ്രീർ അൽ-ഷാമിനെ ഭീകരവാദ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുവാൻ അമേരിക്കയും UN അടക്കം നീക്കം തുടങ്ങിയതായും വിവരങ്ങൾ പുറത്തുവന്നു. അൽ ഖ്വയ്ദ ബന്ധത്തിന്റെ പേരിൽ പണ്ട് അമേരിക്ക തന്നെ ഭീകരരായി പ്രഖ്യാപിച്ച സംഘടനയാണ് HTS. HTSന്റെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി ഇറാഖിൽ അൽ ഖ്വയ്ദയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതും ജുലാനിയുടെ തലയ്ക്ക് $10 കോടി വിലയിട്ടതും തൽക്കാലം മറക്കുവാനാണ് അമേരിക്കയുടെ തീരുമാനം. HTSുമായി ചർച്ച നടത്തുവാൻ അമേരിക്കയ്ക്ക് നിരവധി വഴികളുണ്ടെന്ന് US വിദേശകാര്യ വക്താവ് മാത്യു മില്ലർ പറഞ്ഞിരുന്നു. ഇത് തന്നെ സഹകരണത്തിനുള്ള വലിയ ഉദാഹരണമായാണ് ലോകം വിലയിരുത്തുന്നത്. പുതിയ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ കൂടുതൽ ഇടപെടൽ നടത്തുവാൻ HTSുമായുള്ള ബന്ധത്തിലൂടെ സാധിക്കുമെന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഈ സാഹചര്യത്തിലാണ് HTSനെ ഭീകരപട്ടികയിൽ നിന്നും ഒഴിവാക്കുവാൻ അമേരിക്ക നീക്കം ശക്തമാക്കിയതെന്നാണ് വിലയിരുത്തൽ. അതിനിടെ സിറിയയിലെ പട്ടാളത്തിന്റെ ആയുധശേഖരം നിർവീര്യമാക്കുവാനായി ആയുധ ഡിപ്പോകളിൽ ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ്. 3 ദിവസത്തിനിടെ 500-ലേറെ ഇടങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ആയുധങ്ങൾ വിമതരുടെ കൈവശം എത്തുന്നത് തടയുവാനാണ് നശിപ്പിച്ച് കളഞ്ഞത് എന്നാണ് വിശദീകരണം. ആഭ്യന്തര യുദ്ധത്തിൽ അസദിന്റെ പ്രധാന സഖ്യകക്ഷിയായിരുന്നു റഷ്യ. 50 വർഷത്തിലേറെയായി സിറിയ ഭരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഭരണം നിലനിർത്തുവാൻ അവർ കൈയയച്ച് സഹായിച്ചിരുന്നു. ഇതിനിടെ ബാഷർ അൽ അസദിനെ പുറത്താക്കി സിറിയയുടെ ഭരണം പിടിച്ച വിമതർ മുഹമ്മദ് അൽ ബഷീറിനെ ഇടക്കാല പ്രധാനമന്ത്രിയായി നിയമിച്ചിരുന്നു. വിമതർക്ക് നേതൃത്വം നൽകുന്ന ഹയാത്ത് തഹ്രീർ അൽ-ഷാമിന്റെ നിയന്ത്രണത്തിൽ ഇഡ്ലിബ് ഭരിക്കുന്ന സാൽവേഷൻ സർക്കാരിൽ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുത്തിരിക്കുകയാണ് 41-കാരനായ അൽ ബഷീറിനെ. എഞ്ചിനീയറായ ഇദ്ദേഹത്തിന് ഇഡ്ലിബ് സർവകലാശാലയിൽ നിന്ന് ശരീഅത്ത് നിയമത്തിൽ ബിരുദമുണ്ട്. 2025 മാർച്ച് 1 വരെയാണ് അൽ ബഷീറിന്റെ കാലാവധി. അതിനിടെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സിറിയയിൽ 480ഓളം വ്യോമാക്രമണങ്ങൾ നടത്തിയതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. പ്രസിഡന്റ് ബാഷർ അൽ അസദ് അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ആക്രമണം ആരംഭിച്ചത്. തോട്ടട ITIയിൽ KSU പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച SFI നടപടി കിരാതമാണെന്നും അക്രമം നടത്തിയ ക്രിമിനൽ കുട്ടി സഖാക്കൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കണമെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ. ജനാധിപത്യ സംവിധാനത്തിൽ അനുവദിച്ചിട്ടുള്ള സ്വതന്ത്രമായ സംഘടനാ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന കമ്മ്യൂണിസ്റ്റ് ഫാസിസത്തിന്റെ തുടർച്ചയാണ് ഈ അക്രമം. ഇത് അംഗീകരിക്കാനാവില്ലെന്ന് K സുധാകരൻ വ്യക്തമാക്കി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിനെ സമാനമായി SFIയുടെ ഇടിമുറി സംസ്കാരം കഴിഞ്ഞ ദിവസവും അരങ്ങേറിയെന്ന് K സുധാകരൻ പറഞ്ഞു. ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായിട്ടാണ് മർദ്ദിച്ചത്. ഇതിനു പുറമെയാണ് KSU പ്രവർത്തകർ ക്യാമ്പസിനുള്ളിൽ സ്ഥാപിച്ച കൊടിമരം SFIക്കാർ തകർത്തത്. 3.5 പതിറ്റാണ്ടിന് ശേഷം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഇവിടെ KSU യൂണിറ്റ് സ്ഥാപിച്ചത്. യൂണിയൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതു മുതൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ SFI ശ്രമിക്കുകയാണ്. അക്രമികൾക്ക് സഹായം ചെയ്യുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. പക്ഷപാതപരമായാണ് പോലീസ് പെരുമാറിയതെന്നും ITIയിലെ അധ്യാപകരും ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. വളർന്നുവരുന്ന തലമുറയിൽ രാഷ്ട്രീയ നേതൃപാടവം വളർത്തുന്നതിന് പകരം അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണ് CPM നേതൃത്വം എന്ന് K സുധാകരൻ വിമർശിച്ചു.
KSU യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് റിബിൻ CHനെ SFIക്കാർ ITI ക്യാമ്പസിനുള്ളിൽ ക്രൂരമായി മർദ്ദിച്ചു. KSU സംസ്ഥാന സെക്രട്ടറി ഫർഹാൻ മുണ്ടേരി, അർജുൻ കോറം, രാകേഷ് ബാലൻ, ഹരികൃഷ്ണൻ പാളാട്ട് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. കയ്യൊക്കിന്റെ ബലത്തിൽ കായികമായി നേരിട്ട് നിശബ്ദമാക്കാമെന്ന ധാർഷ്ട്യം CPMഉം SFIയും ഉപേക്ഷിക്കുന്നതാണ് ഉചിതം. അക്രമം കോൺഗ്രസ് ശൈലിയല്ല. ഗത്യന്തരമില്ലാതെ പ്രതിരോധത്തിന്റെ മാർഗം കുട്ടികൾ സ്വീകരിച്ചാൽ അവർക്ക് സംരക്ഷണമൊരുക്കി KPCC രംഗത്തുണ്ടാകുമെന്നും K സുധാകരൻ പറഞ്ഞു. നടനും MLAയുമായ മുകേഷിനെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയ തീരുമാനം തെറ്റിയെന്ന് സംബന്ധിച്ച് CPM ജില്ലാ സെക്രട്ടറി. പൊതുവോട്ടുകൾ കൂടി സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ കണക്കുകൂട്ടൽ തെറ്റിപ്പോയെന്ന് ജില്ലാ സെക്രട്ടറി S സുദേവൻ പൊതുചർച്ചയ്ക്ക് മറുപടിയായി പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് ശേഷം ജില്ലാ കമ്മിറ്റി വിലയിരുത്തൽ നടത്തിയെന്ന് സുദേവൻ വ്യക്തമാക്കി. മന്ത്രിസഭാ പരാജയമാണെന്ന് ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മന്ത്രിസഭ ഗുണം ചെയ്തില്ല. കരുനാഗപ്പള്ളിയിലെ പാർട്ടി പ്രശ്നങ്ങളിൽ CPM ജില്ലാ നേതൃത്വത്തിന് എതിരെയും വിമർശനമുണ്ടായി. പ്രശ്നങ്ങൾ രൂക്ഷമാക്കിയതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കുണ്ടെന്ന് പ്രതിനിധികൾ വിമർശിച്ചു. റിപ്പോർട്ടിൽ എത്ര പേജ് എഴുതിവെച്ചാലും ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിയുവാൻ ജില്ലാ നേതൃത്വത്തിന് കഴിയില്ലെന്ന് പ്രതിനിധികളിൽ ചിലർ പറഞ്ഞു. സംസ്ഥാന നേതാക്കളെ പാർട്ടി ഓഫീസിൽ പൂട്ടിയിടുന്നത് ആരുടെയെങ്കിലും പിന്തുണയില്ലാതെ നടക്കുമോ എന്ന് പ്രതിനിധികൾ ചോദിച്ചു. പാർട്ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയവർക്കെതിരെ നടപടി ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നും ചോദ്യമുയർന്നു. കൊട്ടാരക്കര ഏരിയയിൽ നിന്നുള്ള പ്രതിനിധികളാണ് ഈ ചോദ്യം ഉന്നയിച്ചത്. പുനലൂർ, കൊല്ലം ഈസ്റ്റ്, കുണ്ടറ ഏരിയകളിൽ നിന്നുള്ള പ്രതിനിധികളും വിഷയം ഉന്നയിച്ചു. വിഭാഗീയതയെ തുടർന്ന് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുവാൻ നേതൃത്വം തീരുമാനിച്ചിരുന്നു. ലോക്കൽ സമ്മേളനങ്ങളിലെ വിഭാഗീയതയെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിടുകയും നേതൃത്വത്തെ വെല്ലുവിളിച്ച് പ്രകടനം നടത്തുകയും ചെയ്തതിന്റെ പേരിലാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ സെക്രട്ടേറിയറ്റ് ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുവാൻ തീരുമാനിച്ചത്. ഡിസംബർ 30-ന് BOT കാലാവധി അവസാനിക്കാനിരിക്കെ 30 ദിവസം മുൻപ് നോട്ടീസ് നൽകി പദ്ധതി സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്. എന്നാൽ അതിന് സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഇത് കാർബോറാണ്ടം ഗ്രൂപ്പിനായി നടത്തുന്ന കള്ളക്കളിയാണെന്നും രമേശ് ചെന്നിത്തല ദില്ലിയിൽ ആരോപിച്ചു. നായനാർ സർക്കാരിന്റെ കാലത്ത് BOT വ്യവസ്ഥയിൽ സ്വകാര്യ വ്യക്തികൾക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ അവസരം നൽകി. ഇതിന്റെ ഭാഗമായി കാർബോറണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന് മണിയാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ അവസരം നൽകിയെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ഒരു യൂണിറ്റിന് 50 പൈസയ്ക്കാണ് മണിയാറിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ അവസരം നൽകിയത്. BOT അടിസ്ഥാനത്തിലുള്ള കരാർ 30 വർഷത്തേക്കാണ് ഒപ്പിട്ടത്. 2024 ഡിസംബർ 30-ന് കരാർ കാലാവധി കഴിയും. ഇതിന് 30 ദിവസം മുൻപ് നോട്ടീസ് നൽകി സംസ്ഥാന സർക്കാർ പദ്ധതി ഏറ്റെടുക്കുകയാണ് വേണ്ടത്. എന്നാൽ അത് ചെയ്യുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. 2023-ൽ ഈ ഗ്രൂപ്പുമായി സർക്കാർ ചർച്ച നടത്തിയിരുന്നു. വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായെന്ന് വാദിച്ച് കരാർ നീട്ടുവാനാണ് കമ്പനി ശ്രമിച്ചത്. മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും ഗൂഢാലോചന നടത്തി കമ്പനിക്ക് വേണ്ടി കള്ളക്കളി കളിക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും മണിയാറിൽ ഉണ്ടായില്ല. നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് ഇൻഷുറൻസിന് അപേക്ഷിക്കാമായിരുന്നല്ലോ. കമ്പനിക്ക് കരാർ നീട്ടിക്കൊടുക്കുവാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ അവസാനിപ്പിക്കണം. KCB ഈ വൈദ്യുത പദ്ധതി ഏറ്റെടുക്കുവാൻ തയ്യാറാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. ഈ അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ നാളെ പുറത്തുവിടുമെന്നും അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം സംസ്ഥാനത്ത് പാർട്ടിയിൽ പുനഃസംഘടനാ ചർച്ചയില്ലെന്നും അനാവശ്യ ചർച്ചയുണ്ടാക്കി പാർട്ടിയുടെ പേര് നശിപ്പിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡാണ് തീരുമാനം എടുക്കേണ്ടത്. മാടായി കോളേജ് വിവാദത്തിൽ പരാതിയുള്ളവർ KPCC സമിതിയെ അറിയിക്കണം. MK രാഘവനെതിരായ ആരോപണം ശരിയാണെന്ന് താൻ കരുതുന്നില്ല. കൊച്ചി സ്മാർട്ട് സിറ്റി വിഷയം താൻ വിവാദമാക്കിയതിനു ശേഷമാണ് നഷ്ടപരിഹാരം നൽകുന്നതിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിയത്. ടീകോമിനെ സഹായിക്കുവാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്നും രമേശ് ചെന്നിത്തല ആരോപിച്ചു. കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ അധിക നികുതി അടിച്ചേൽപ്പിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഒരു യൂണിറ്റിന് 12 പൈസയും 16 പൈസയും ജനുവരി 1 മുതൽ 12 പൈസയും കൂട്ടാനുള്ള ഗവൺമെന്റ് തീരുമാനമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിനിടയിലാണ് ഞെട്ടിപ്പിക്കുന്ന പുതിയ ഒരു കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. നയനാർ ഗവൺമെന്റ് കാലത്താണ് സ്വകാര്യ വ്യക്തികൾക്ക് ജലവൈദ്യുതി പദ്ധതികൾ ആരംഭിക്കാനുള്ള അനുവാദം 1990-91 കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ മണിയാറിൽ
കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ്, തമിഴ്നാട്ടിലുള്ള മുരുകപ്പ ഗ്രൂപ്പാണത്. അവര് മണിയാറിൽ 12 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി BOT അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കേരള ഗവൺമെന്റുമായി കരാർ ഒപ്പിടുകയുണ്ടായി. കഴിഞ്ഞ 30 വർഷമായി ഒരു യൂണിറ്റിന് 50 പൈസ നിരക്കിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ് കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ്. 30 വർഷത്തിന്റെ കാലാവധി തീരുന്നത് 2024 ഡിസംബർ 30-നാണ്. 21 ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുക്കണം. കാരണം BOT ബിൽഡ്, ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഇത് കേരള ഗവൺമെന്റിലേക്ക് ഡിസംബർ 30-ന് കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് കൈമാറേണ്ടതാണ്. ഇതുവരെ ഗവൺമെന്റ് നോട്ടീസ് കൊടുത്തിട്ടില്ല. 12 മെഗാവാട്ട് ഇപ്പോൾ കേരള ഗവൺമെന്റിന് കിട്ടിയാൽ ഇന്ന് അനുഭവിക്കുന്ന വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു ചെറിയ തോതിലെങ്കിലും പരിഹാരമുണ്ടാക്കാം. 1991-ൽ നയനാർ ഗവൺമെന്റ് കാലത്ത് ഇത് ഒപ്പിട്ടത് കാർബറാണ്ടത്തിന്റെ വ്യവസായ ആവശ്യങ്ങൾക്കും ബാക്കി വരുന്നത് ഇലക്ട്രിസിറ്റി ബോർഡിനും കൊടുക്കാൻ വേണ്ടിയായിരുന്നു. BOT അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ 30-ന് തീരുകയാണ്. ആ ഡിസംബർ 30-ന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ്. ഗവൺമെന്റിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ്. കാരണം BOT അടിസ്ഥാനത്തിൽ ഇവർ ഒപ്പിട്ട കാര്യമാണ്. എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത 25 വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒരിക്കലും കേരള താൽപര്യങ്ങൾക്ക് ഗുണകരമല്ല. 50 പൈസയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങാതെ 10 രൂപയ്ക്കും 14 രൂപയ്ക്കും വൈദ്യുതി വാങ്ങി കേരളത്തിലെ പാവപ്പെട്ടവന്റെ തലയിൽ വലിയ തോതിലുള്ള വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇലക്ട്രിസിറ്റി ബോർഡും കഴിഞ്ഞ ബോർഡ് ചെയർമാനും ഇപ്പോഴത്തെ ചെയർമാനും ബന്ധപ്പെട്ട എല്ലാവരും ഇത് ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പവർ സെക്രട്ടറി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തുവെന്ന് അറിയാൻ താൽപര്യമുണ്ട്. അപ്പോൾ ഗവൺമെന്റ് 21 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത് ഡിസംബർ 30-ാം തീയതി ഈ കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പിന്റെ മണിയാറിലെ വൈദ്യുതി പ്രോജക്റ്റ് കേരള ഗവൺമെന്റിലേക്ക് ഏറ്റെടുക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നില്ല, ഇനി നീട്ടിക്കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ പല BOT അടിസ്ഥാനത്തിലുമുള്ള പദ്ധതികൾ നിലനിൽക്കുന്നുണ്ട്. വിഴിഞ്ഞം പദ്ധതി 30 വർഷത്തേക്കാണ്. അത് 10 വർഷം കൂടെ കിട്ടി 40 വർഷമാണ്. 1, 2, 3 ഘട്ടം തീരുമ്പോൾ അത് 60 വർഷമാണ്. അത് വീണ്ടും നീട്ടിക്കൊടുത്തേക്കാം. ഇതൊരു പോളിസിയായി മാറുകയാണ്. ആണെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം BOT പ്രോജക്റ്റുകൾ കേരളത്തിൽ നീട്ടിക്കൊടുക്കേണ്ടി വരും. കാർബറാണ്ടം യൂണിവേഴ്സൽ ഗ്രൂപ്പ് പറയുന്ന വളരെ തെറ്റായ ഒരു കാര്യമാണ്. അവർ പറയുന്നു, ഞങ്ങൾക്ക് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ 2018-19 നടന്ന വെള്ളപ്പൊക്കത്തിൽ നാശനഷ്ടമുണ്ടായി. അങ്ങനെ നാശനഷ്ടമുണ്ടായെങ്കിൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ടല്ലോ. നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം. മണിയാറിൽ അങ്ങനെ വെള്ളപ്പൊക്കത്തിൽ അങ്ങനെ സംഭവമേ ഉണ്ടായിട്ടില്ല. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.